നമുക്ക് പണ്ട് തൊട്ടുള്ള ഡൗട്ട്സ് ആയിരിക്കും, എന്തുകൊണ്ടാണ് ഈ മിന്നാമിനിങ്ങിന്റെ മൂട്ടിൽ മഞ്ഞലൈറ്റ് കത്തണം. അതിനുള്ള ഉത്തരവുമായിട്ട് ചാറ്റൽ മഴ വന്നിരിക്കുന്നു. മിന്നാമിനിങ്ങിന്റെ മൂട്ടിൽ സത്യം പറഞ്ഞ എങ്ങനെ ലൈറ്റ് വന്ന? അപ്പൊ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. ഇതും എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കഥയാണ്. പണ്ട് ഈ മിന്നാമിനിങ്ങുകളുടെ മൂട്ടില് ലൈറ്റ് വരണതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. ഒരു ഗ്രാമം ഉണ്ടായി. ആ ഗ്രാമത്തില് ഒരുപാട് വീടുകളുണ്ടായി. ഈ മരത്തിന്റെ മണ്ടയിലായിരിക്കും വീടുകളൊക്കെ ഉള്ളത്. അപ്പൊ ആ വീട്ടില് മിന്നാമിനിങ്ങളുടെ ഗ്രാമമാണ് അവിടെ. അപ്പൊ എന്ന് വെച്ചാൽ ഒരുപാട് വീട്ടില് ഒരുപാട് മിന്നാമിനിങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ഗ്രാമം എന്ന് വെച്ചാൽ ഭയങ്കര ദാരിദ്ര്യം പിടിച്ച ഗ്രാമമാണ്. ദുരിതങ്ങൾ അനുഭവിക്കണവരാണ് അവിടെയുള്ള മിന്നാമിനിങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിൽ കറണ്ട് ഉണ്ടാകത്തില്ല. മിന്നാമിനിങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ ഇവര് പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിളികളും കാക്കയും ഓന്താക്ക ഇവരെ പിടിച്ച് തിന്നോന്ന് വിചാരിച്ചിട്ട് ഇവര് രാത്രി പണിയെടുക്കാൻ പോവാന്ന് വിചാരിക്കുന്ന ടീംസാണ്. പക്ഷെ രാത്രി ആണെങ്കിൽ അവിടെ കറണ്ട് ഉണ്ടാകത്തില്ല. അപ്പൊ അതുകൊണ്ട് രാത്രി കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാൻ പേടി. അതുകൊണ്ട് ആ വീട്ടുകളിൽ മൊത്തം ദുരിതമാണ് അവർ അനുഭവിക്കണത്. ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നണത്. ഓരോ വീട്ടിലും ഒരു 10 പിള്ളേരോളം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാകത്തില്ലല്ലോടാ. അപ്പൊ അതുകൊണ്ട് പരസ്പരം കാണാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ആ ഒരു കയ്യബദ്ധത്തിൽ ഓരോ പിള്ളേരും ഒരു വീട്ടിൽ അംഗസംഖ്യ കൂടുമ്പോ ദാരിദ്ര്യവും കൂടുമല്ലോ. അതുകൊണ്ടിട്ട് മൊത്തത്തില് ദുരന്തമാണ് ആ വീടുകളിൽ അവിടെ ഉള്ളത്. അപ്പൊ എന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തിനെ വിളിക്കും. ദൈവത്തിനെ വിളിക്കാത്ത ഒരു ദിവസം പോലെയുള്ള ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എല്ലാ ദിവസം ഇങ്ങനെ വിളിക്കും. ദുരിതം മാറ്റിത്തരണം, കരകയറ്റണം എന്നും പറഞ്ഞിട്ട് ദൈവത്തിനെ വിളിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കണ ഒരു ദിവസം പെട്ടെന്ന് ദൈവം പ്രത്യക്ഷപ്പെടണതാണ് ഇവരുടെ മുമ്പിലോട്ട്. അപ്പൊ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരുടെ അവസ്ഥകളും ദുരന്തമൊക്കെ കണ്ട് വിഷമിച്ചിട്ട് ഇവർക്കൊരു വരം കൊടുക്കണേണ്. ഇരുട്ടാണ സമയത്ത് നിങ്ങളുടെ ബാക്കിൽ ഒരു മഞ്ഞ വെളിച്ചം തെളിയും, ഇരുട്ടാണ സമയത്തൊക്കെ എന്ന് പറഞ്ഞിട്ട് ദൈവം അങ്ങ് അപ്രത്യക്ഷയായി. അപ്പൊ ഇവർക്ക് സന്തോഷമായി. ഇവരെല്ലാവരും കൂടെ അവിടെയുള്ള മിന്നാമിനിങ്ങൾ ഫാമിലീസ് എല്ലാവരും കൂടെ സന്തോഷിക്കണം. അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു 2 വരി പാട്ട് അവിടെ അവര് തന്നെ പാടണേ, എല്ലാരും കൂടെ ചേർന്നിട്ട്. അപ്പൊ പാട്ടിലോട്ട് പോവാം. വെട്ടം വന്നു ഞങ്ങളുടെ മൂട്ടിൽ, വെട്ടം വന്നു ഞങ്ങളുടെ മൂട്ടിൽ, വെട്ടം വന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ മൂട്ടിൽ വെട്ടം വന്നു. ബൾബ് പോലെ വെട്ടം ഞങ്ങളുടെ മൂട്ടിൽ കത്തി. വെട്ടം വന്നു ഞങ്ങളുടെ മൂട്ടിൽ, വെട്ടം വന്നു ഞങ്ങളുടെ മൂട്ടിൽ, വെട്ടം വന്നു. പിന്നെ അന്നത്തെ ദിവസം തൊട്ട് വൈകുന്നേരം ഇരുട്ടാവണ സമയത്ത് ഇവരുടെ ബാക്കിൽ ഒരു മഞ്ഞ വെളിച്ചം തെളിയും. ആ സമയത്ത് ഇവർ പുറത്തിറങ്ങിയിട്ട് പണിയൊക്കെ എടുത്ത് ഒക്കെ നല്ല രീതിക്ക് അങ്ങ് പോയി സന്തോഷമായിട്ട് ജീവിച്ച്. ഇതാണ് ഒരു കഥ. ഇനി അത് ഈ ലൈറ്റ് വന്നതിന് ശേഷം ഈ മിന്നാമിനിങ്ങളുടെ ആൺവർഗക്കാർക്ക് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. ഇവര് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഒരിക്കലും ഫസ്റ്റ് നൈറ്റ് ഉണ്ടാകത്തില്ല. അതായത് ഇവർക്ക് ഫസ്റ്റ് മോർണിംഗ് ആണ് ഉണ്ടാവണത്. അതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മിന്നാമിനിങ്ങൾക്ക് ഇങ്ങനെ ഒരു വരം കിട്ടിയതിന് ശേഷം ഇവരുടെ മൂട്ടിൽ ആദ്യത്തെ ദീപം തെളിഞ്ഞ നാളില് ഇത് കല്യാണം കഴിഞ്ഞ ഒരു ചെറുക്കനും പെണ്ണും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മരത്തിന്റെ മണ്ടയിലോട്ട് പോണേണ്. ഈ ആൺ ചെറുക്കൻ അവിടെ ഇരുന്ന്, അതായത് ആ മുറിക്കുള്ളിൽ ഇരുന്നിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ നിനക്ക് ഞാനൊരു പാട്ടിന്റെ രൂപത്തിൽ പറഞ്ഞുതരാം. അതാകുമ്പോൾ നിനക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് നമുക്ക് പാട്ടിലോട്ട് പോവാം. മിന്നി മിനുങ്ങും വെളിച്ചം മൂട്ടീന്ന്, രാത്രി നേരം കത്തും മൂട്ടീന്ന്. മഞ്ഞ വെളിച്ചം നിന്നുടെ മൂട്ടീന്ന്, മിന്നി മിനുങ്ങും ബൾബുകൾ മൂട്ടീന്ന്. മിന്നി മിനുങ്ങും വെളിച്ചം മൂട്ടീന്ന്, രാത്രി നേരം കത്തും മൂട്ടീന്ന്. പ്രൈവസിക്കായിഞ്ഞ ലൈറ്റുകൾ അണയ്ക്കും നേരം വരും വെളിച്ചം മൂട്ടീന്ന്. ഇരുട്ട് വരും നേരം 15 വാട്ടിൽ കത്തി വരും വെളിച്ചം മൂട്ടീന്ന്. കള്ള നീ ദൂരെ പോടാ, മൂട്ടീന്ന് ദൂരെ പോടാ. അടുത്തോട്ട് വന്നാൽ ബ്രൈറ്റ്നസ് കൂടും. പോയിട്ട് രാവിലെ വാടാ, രാത്രിയില് ആളുകൾ കാണും എന്നൂട്ടിൽ നിന്ന് വരുന്ന വെളിച്ചം. ഒടുക്കത്തെ മഞ്ഞ വെളിച്ചം മൂട്ടീന്ന്, മൂട്ടിലെ വെളിച്ചത്തിൽ കുളമായ ഫസ്റ്റ് നൈറ്റ്.
എനിക്ക് ചിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ എന്റെ മിന്നാമിനി ചെറുക്കന്റെ കഷ്ടപ്പാട്. അത് വരുമല്ല ചാവോളത്. അതിനുശേഷം ഇവർക്ക് ഫസ്റ്റ് നൈറ്റ് ഉണ്ടായിട്ടില്ല, ഫസ്റ്റ് മോർണിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ശരിക്കുമുള്ള മിന്നാമിനിങ്ങിന്റെ മുട്ടിൽ ലൈറ്റ് വരണ കാര്യവും പിന്നെ അതുകൊണ്ടുള്ള ദോഷങ്ങളും. ഇത്രക്കുണ്ടാവും ഞാൻ കരുതിയതാ. ചെറിയ സ്റ്റോറി പ്രതീക്ഷിച്ചു, പക്ഷെ നീ എനിക്കൊരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രം അതൊരു പറയണ്ടല്ലോ. നിങ്ങൾ ചെറുത് പ്രതീക്ഷിക്കും, ഞാൻ വലുതായിട്ട് അങ്ങ് തരും.